രാവിലെ കുളിച്ചിട്ട് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ മാത്രം വന്ന് നിൽക്കുന്ന കണ്ടായിരിക്കണം ഈ കിളി ഇങ്ങനെ നോക്കുന്നത്. കിളിയല്ല കൃഷ്ണ. അമ്മ കേട്ടാനെ തല്ലിക്കൊല്ലും. അമ്മയുടെ പൊന്നോമന പുത്രയെ ഇപ്പോൾ എന്നേലും ചിന്നുവിനേലും കാര്യം എനിക്ക് തോന്നുന്നു കൃഷ്ണയുടെ അന്ന് കാരണം കൃഷ്ണയെ നടക്കടക്ക് വിളിക്കുന്നത് കേൾക്കാം. അതിനനുസരിച്ച് അത് കീ 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 എന്നിങ്ങനെ കരയുന്നതും കേൾക്കാം. ഇനി ഏത് ദിവസമാണ് തിരിഞ്ഞ് കൊത്തുന്നതെന്ന് അറിയില്ല. കാരണം ഇതിനെയൊക്കെ വളർത്തി കഴിഞ്ഞാണല്ലോ, വളർത്തുന്നതല്ല നമ്മൾ കൂട്ടിയിട്ടൊന്നുമല്ലോ, പക്ഷെ എന്നാലും ഉണ്ടല്ലോ അത് നല്ല നല്ല രീതിക്ക് കുത്തും. ഈശ്വര എന്നാണോ എന്തോ അത് കാത്തിരിക്കുന്ന വേഴാമ്പലുകളാണ് ഞങ്ങൾ. അപ്പോൾ പറഞ്ഞു വന്നത് എന്തുവായിരുന്നു അമ്പലത്തിൽ വരുന്ന കാര്യം. അപ്പോൾ ഞാൻ റെഡിയായി ഇന്ന് അങ്ങനെ എല്ലാവരും റെഡിയായി വന്ന് അമ്പലത്തിൽ വന്ന് തൊഴുത് വേറൊന്നുമല്ല, ഇന്ന് നമ്മുടെ വണ്ടിയുടെ പൂജയാണല്ലോ. അപ്പോൾ പൂജിച്ചിട്ടതിന് ശേഷം നമ്മളങ്ങനെ ഓടിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്കുമാണ് ദാണ്ടി നിൽക്കുന്നത് നമ്മുടെ പുന്നാര ചങ്ങായി. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജിമ്മിലുണ്ടായിരുന്ന ചേച്ചിയല്ല, ഇപ്പോഴും പുള്ളിക്കാരി ജിമ്മിലുണ്ട്. ഞാൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ എന്നെ കണ്ടിട്ട് മനസ്സിലായി പോലില്ല. കാലം പോയ പോക്കെ 1 മാസമായുള്ളൂ ഞാൻ ജിമ്മിൽ നിന്ന് മാറട്ടെ. എന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന പകച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലല്ലേ എന്ന് വെച്ചപ്പോൾ സൗണ്ട് ഇടപെട്ട അയ്യോ നിന്നെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം സംസാരിച്ചു. പുള്ളിക്കാരുടെ ഹസ്ബൻഡും ഉണ്ടായിരുന്ന ആ ചേട്ടനോടും ആദ്യമായിട്ടാണ് കാണുന്നത്. പുള്ളിക്കാരനോടും കുറച്ച് നേരം സംസാരിച്ചു. വന്നപ്പോഴത്തേക്കും ശാന്തിമാർ വന്ന് അകത്ത് കൊണ്ടുപോയി നമ്മുടെ താക്കോലൊക്കെ പൂജിക്കണമല്ലോ, അതെല്ലാം പൂജിച്ചു കൊണ്ടുവന്ന് സുദർശന ശാന്തിയും അതുപോലെ ദിലിശാന്തിയും കൂടി ആട്ടോ വണ്ടീനെ ആരതിയൊക്കെ ഒഴിയിപ്പിച്ച് അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മ എന്തോ ഗവേഷണം നടത്തുന്ന പോലെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അതും ഭയഭക്തി ബഹുമാനത്തോടെ. ആ മുഖമൊക്കെ ഒന്ന് നോക്കി, അതൊന്നും എനിക്ക് കറക്റ്റായിട്ട് കിട്ടണില്ല. എൻ്റെ ഫോണിൽ ഇപ്പോൾ ക്ലാരിറ്റിയൊക്കെ കുറഞ്ഞെന്ന് തോന്നണേ. ഇതൊക്കെ ജാമ്പവാൻ്റെ കാലമായി എന്ന് തോന്നുന്നു. പറഞ്ഞു വന്ന് എന്തുമായിരുന്നു വീണ്ടും മറന്നു പോകുന്നു. വേറെ കുറേ അമ്പലങ്ങളിൽ പോകുന്നതുകൊണ്ട് ഞാൻ ഈ പരിസരം മൊത്തം ഒന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നേ. കാരണം മഴയെങ്ങാനും പെയ്യുമോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. എന്നുവെച്ചാൽ ചെറിയ കാറ്റടിക്കലും അങ്ങനെ തോന്നിയപ്പോഴത്തേക്കും മഴ പെയ്യുന്നൊരു ധാരണയായിരുന്നു. പക്ഷേ ഇത്രയും മഴ പെയ്യുമെന്ന് കരുതില്ല കേട്ടോ. ഇവിടെ നിന്ന് ഈ പൂജയും വഴിപാടിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പുറത്തോട്ട് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇടിച്ചു കുത്തിയ മഴയായിരുന്നു. പിന്നെ വീഡിയോ എടുത്തോന്ന് വെച്ചിട്ടുണ്ടെങ്കിലും വീഡിയോ എടുത്ത് ഇനിയിപ്പോൾ വെറുതെ ഇതാക്കണില്ല എന്നിട്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ പിന്നെ ഞാനങ്ങനെ വീഡിയോ നോക്കാൻ നിന്നില്ല. പിന്നെ ഇനിയിപ്പോൾ ശാന്തി പൂജിച്ച് തന്നിരിക്കണം താക്കോല് വാങ്ങിക്കണം. അത് പിന്നെ അച്ചായ വാങ്ങിക്കണം. അപ്പോൾ ശാന്തി പ്രത്യേകം ചോദിച്ചു നിങ്ങൾ ആരാണ് ഓടിക്കുന്നതെന്ന്. ലൈസൻസ് എടുത്ത് 10 കൊല്ലമായത് മാത്രമേ മിച്ചം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാൻ അറിയില്ല. നാണക്കേടെ ആരുടെങ്കിലും പറയാൻ പറ്റുമോ? ലൈസൻസ് ഉണ്ട് ഓടിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ അവസ്ഥ. കഷ്ടം തന്നെ. അങ്ങനെ പിന്നെ അച്ചായി താക്കോലൊക്കെ വാങ്ങിയതിന് ശേഷം ആ ദക്ഷിണ കൊടുക്കുന്ന കാണണം. ഏതാണ്ട് പോക്കറ്റ് അപ്പുന്നുണ്ട് കോടിക്കണക്കിന് രൂപ പോക്കറ്റ് വെച്ചിട്ട് വന്നിരിക്കണ പോലെ. പിന്നെ എനിക്ക് തന്നെ സോർട്ട് ചെയ്ത് ശാന്തിമാർക്ക് കൊടുത്താന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് ഷോ ഇതിൻ്റെ മുന്നിൽ നിന്നാകാമെന്നൊക്കെ ചെയ്തിട്ട് പ്രസാദവും സാധനമൊക്കെ വെച്ചിട്ട് അങ്ങനെ വാങ്ങിച്ച് അമ്മ കാറിനകത്തോട്ട് കയറുന്നു. അങ്ങനെ ഗൈസ് ഞങ്ങളുടെ യാത്ര ഇവിടെ തുടരുകയാണ്.